എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അബുദാബി പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓഫീസ് കാര്യത്തിന് അബുദാബിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും മോളും കൂടെ കയറിയിരുന്നു. അപ്പോൾ അബുദാബിയിൽ എൻ്റെ മേമയുടെ വീടുണ്ട്. അപ്പോൾ പറഞ്ഞു പോണ വഴിക്ക് അവിടെ വിട്ടിട്ട് പോവാം, തിരിച്ച് വരുമ്പോൾ പിക്ക് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കയറിയിരുന്നു. ഇപ്പോൾ നമ്മൾ അബുദാബിയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അബുദാബി പോയിട്ട് അവിടെ മേമയുടെ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ ചെറിയൊരു ഹോം ടൂർ ചെയ്യാമെന്ന് ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണ്. മേമയുടെ ഫ്ലാറ്റ് ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റാണ്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഒരു ഹോം ടൂർ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ഫ്ലാറ്റല്ല മേമയുടെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഞങ്ങളിവിടെ എത്തി. ഇപ്പം ഞങ്ങളിവിടെ ബിൽഡിങ്ങിൻ്റെ താഴെ വിട്ടിട്ട് ഹസ്ബൻഡ് പോയി. ഇപ്പം ഞങ്ങൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോള് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം മേമയുടെ മോനവിടെ വീട്ടിലുണ്ട്. അപ്പോൾ അവൾക്ക് കളിക്കാം ഒക്കെ പറഞ്ഞ് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ഡോറ് തുറന്ന ഉടനെ തന്നെ ഇവിടെ സൈഡിൽ ഒരു ലോണ്ട്രി റൂമുണ്ട്. ഒരു ടോയ്ലറ്റ് കം ലോണ്ട്രി റൂമായിട്ട് ഉള്ളതാണ് ഇവിടെ. പിന്നെ അതിൻ്റെ മറ്റൊരു സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു ഷൂ റാക്ക് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ക്ലോക്കും അതെല്ലാം വെച്ചിട്ടുണ്ട്. ഒരു നാല് ഡോറായിട്ടുള്ള ഒരു ഷൂ റാക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ചെന്ന് ഒരു കോറിഡോർ പോലെ ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ കിച്ചണും പിന്നെ ബെഡ്റൂമൊക്കെ ആ സൈഡിലാണ്. ഇപ്പോഴത്തെ ഈ സൈഡിലാണ് മെയിൻ ലിവിങ് റൂം ഹാളാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡും എല്ലാം. അപ്പോൾ ഇവിടെ സോഫയും ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ എല്ലാം ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ അങ്ങനെ സെപ്പറേറ്റ് ബാൽക്കണി ഇല്ല. ഇതുപോലെ ഒരു വിൻഡോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഹാളിൽ. ഇപ്പോൾ 2 വിൻഡോ ഉണ്ട്. അപ്പോൾ ഒരു വിൻഡോൻ്റെ സൈഡിൽ ഇതുപോലെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുറത്തിങ്ങനെ നോക്കി ഇരിക്കാനൊക്കെ നല്ല രസമാണ്. കാരണം ഇത് മെയിൻ റോഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ ആ വിൻഡോൻ്റെ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ നല്ല കാഴ്ചയാണ്. അപ്പോൾ ആ വിൻഡോൻ്റെ സൈഡിൽ തന്നെ ആ സോഫ ഇട്ട സ്ഥലത്ത് നേരെ മേലെ സീലിംഗ് ഇതുപോലെ ചെറുതായിട്ട് ഈ വുഡൻ ഇതിൽ ആണ് സീലിംഗ്. ആ ഒരു ഏരിയ മാത്രം, ചെറിയൊരു ഏരിയ മാത്രം വുഡനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറമെ ഔട്ട് സൈഡിലുള്ള വ്യൂ ഇതാണ്. അപ്പോൾ മെയിൻ റോഡിലായ കാരണം തന്നെ കുറേ ഓഫീസ് ബിൽഡിങ്സും റെസിഡൻഷ്യൽ ബിൽഡിങ്സ് എല്ലാം ആ റോഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചായയൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ചായ കുടിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഈ 2 ബിൽഡിങ്ങിൻ്റെയും ഇടയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് കൂടി നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് ബീച്ചുണ്ട്. അവിടെ കോർണിഷ് ഏരിയ ആണത്. അപ്പോൾ ആ ഒരു ഇതും ബീച്ചിൻ്റെയൊക്കെ കുറച്ചൊക്കെ അടുത്തായിട്ട് വരും. ഇപ്പം ഞങ്ങളൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ എനിക്കിവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പുറത്തിങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ സൈഡിൽ ആ സോഫയുടെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ടേബിളിൽ ഇവിടെ സൈഡിൽ ഒരു ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്യാൻഡിൽ ഹോൾഡറും വെച്ചിട്ടുണ്ട്. അപ്പോൾ മേമയൊക്കെ ഒരു ബുദ്ധ ഫാനാണെന്ന് ക്രേസാന്നൊക്കെ പറയാം. അപ്പോൾ ബുദ്ധയുടെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറത്ത് ഇതേപോലെ ഒരു ചെറിയൊരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു ബുദ്ധ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ഒരു ബോൺസായി പ്ലാന്റും ഒരു പോട്ടോട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ ബുദ്ധയുടെ ഇതും വെച്ചിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഇവിടെ ഇതാണ് കോറിഡോർ, കിച്ചണും ഉള്ള ഏരിയ. അപ്പോൾ ഈ കോറിഡോർ ഈ പോകുന്ന വഴിക്ക് ഇവിടെ സൈഡിൽ ആ ചുമരിലൊക്കെ അതുപോലെ നല്ല വാൾപേപ്പേഴ്സ്, നല്ല ഒരു ഫ്ലവർ ഡിസൈനിലുള്ള വാൾപേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തതാണ്. ഒരു ചെറിയൊരു റെനോവേഷൻ ചെയ്തതാണ് റീസെൻ്റായിട്ട്. അപ്പോൾ ഇതാണ് മേമയുടെ മോനാണത്.
ഇപ്പോൾ ഇത് കിച്ചൺ നല്ല സെപ്പറേറ്റ് കിച്ചൺ, നല്ല വലിയ ഹ്യൂജ് കിച്ചണാണ്. ഇപ്പോൾ പണികൾ, ഇപ്പോൾ ഉച്ചത്തെ ലഞ്ചിന് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണമാണ് കിച്ചൺ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത് ആരും അത്ര കാര്യമാക്കണ്ട. കിച്ചണിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ഒരു ചെറിയൊരു പൂജ സ്റ്റാൻഡൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ 2 ബെഡ്റൂമുണ്ട്. അപ്പോൾ ഇത് ഒന്ന് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പം ഇത് നല്ലൊരു പറഞ്ഞ പോലെ വലിയ ഹ്യൂജ് ഒരു ബെഡ്റൂമാണ്. സോ സെക്കൻഡ് ബെഡ്റൂമിലേക്കും ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വഴിയുണ്ട്. അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെയും ഒരു ഡോറുണ്ട് സെക്കൻഡ് ബെഡ്റൂമിലേക്ക്. പിന്നെ ഇത് തേർഡ് ബെഡ്റൂമാണ്. അത് മൂത്ത ആൾ, മേമയുടെ മൂത്ത ആൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണ്. അപ്പോൾ ഇതും ഇതേപോലെ കുറച്ചൊക്കെ ഒരു ഫോട്ടോ, വലിയൊരു സീനറിയും അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലും സൈഡിൽ വാൾ പേപ്പർ ഒട്ടിച്ചിട്ട് ഒരു കല്ലൊക്കെ ഉള്ള പോലത്തെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഒരു വാൾ പേപ്പർ അതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഐക്യെന്നാണ് എടുത്തതെന്ന് തോന്നുന്നു. എനിക്കൊരു സംശയമുണ്ട്. മേമ പറഞ്ഞ പോലെ ഒരു ഓർമ്മയാണ്, ക്ലിയറായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് പിന്നെ ഒരു സൈഡിൽ അപ്പോൾ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഇതും ഈ വാർഡ്രോബും അതും ഐക്യെന്ന് തന്നെയാണ് എടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ കളിയാണ്, ഇവിടെ വീഡിയോ ഗെയിംസും പരിപാടികളൊക്കെയാണ്. നമുക്ക് കിച്ചണിൽ പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് പണി നടക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് ബിരിയാണിയുടെ പണികളാണ്. അപ്പോൾ മേമ നന്നായിട്ട് ഈ ബിരിയാണി, ഫ്രൈഡ് റൈസ് അതുപോലത്തെ ഐറ്റംസൊക്കെ മേമ നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധമായി പണികളൊക്കെ ഒരുവിധമായി. ഇനി ബിരിയാണി അതാണ് മെയിൻ. പിന്നെ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തൈരും പിന്നെ ആ മസാലപ്പൊടികളും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചതാണ് ചിക്കൻ. പിന്നെ റൈസ് തനിയായിട്ട് കുക്ക് ചെയ്തിട്ട് ഈ ചിക്കൻ മസാലയും റൈസും കൂടി ഇട്ടിട്ട് ദമ്മ് ചെയ്തതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല, സോറി. ചിക്കൻ ബിരിയാണിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് സവാള വറുത്തതും പിന്നെ കാഷ്യൂനട്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതെല്ലാം കൂടി വറുത്ത് ഒരു ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാളും ബിരിയാണിയുടെ ആൾക്കാരാണ്. അപ്പോൾ നല്ല ഇഷ്ടമാണ് രണ്ടാൾക്കും ബിരിയാണി. അപ്പോൾ ചെറിയച്ഛൻ ഓഫീസിലാണ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ലഞ്ച് കഴിക്കാൻ വന്നു. പിന്നെ അടുത്ത് പണി കഴിഞ്ഞ് ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ അതുവരെ കുറച്ച് ഒന്ന് പ്ലേയിങ് ടൈമാണ് മോളുടെ കൂടെ. കാരണം രണ്ടാളും ചെറിയച്ഛനും മോളും ഭയങ്കര ക്ലോസാണ്. അവൾ അച്ചാച്ചൻ എന്നാണ് വിളിക്കുക, അജയച്ചാച്ചൻ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് രണ്ടാളും വലിയ കഥയൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഇതിലാണ്, ഭയങ്കര ക്ലോസാണ്. ഒരു 3 മണിയാകുമ്പോൾ ഹസ്ബൻഡ് വന്ന് വിളിച്ചു. അപ്പം ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് ദുബായിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇത് സമയം 3:30 ഇപ്പോൾ മോള് ഉറങ്ങി. കാരണം ഈ കളിയുടെ അവിടെ ഭയങ്കര കളിയൊക്കെ ആയ കാരണം ടയേർഡായിട്ട് ക്ഷീണത്തിൽ അവൾ കാറിൽ തന്നെ ഉറങ്ങി. ഇനി വീട്ടിൽ പോയിട്ട് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് ഇത് വേറെ വഴിക്കൂടിയാണ്. നമ്മൾ വന്നത് വേറെ വഴിയാണ്, ഇത് പോകുന്നതും വേറെ വഴിയാണ്. അപ്പോൾ അതിപ്പോൾ വീട്ടിലെത്തി. ഇപ്പോൾ ഇതിൽ എനിക്ക് കുറച്ച് സ്ട്രോബെറീസ്, നല്ല പഴുത്ത സ്ട്രോബെറി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ തണുപ്പ് സമയമായ കാരണം സ്ട്രോബെറി അധികം വില കുറവിൽ
കിട്ടും. അപ്പോൾ കുറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് പഞ്ചസാരയും നാരങ്ങനീരും കൂടിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് സ്ട്രോബെറി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മോൾക്ക് ബ്രെഡും ജാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജാം ഉണ്ടാക്കാനുള്ള ഇതാണ്. അല്ലെങ്കിൽ പിന്നെ മറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വേഗം തന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ: പഞ്ചസാര, സ്ട്രോബെറി, പിന്നെ നാരങ്ങനീര്. അപ്പോൾ ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു രാത്രി ഫുള്ള്, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ദിവസമായി. ഒരു ദിവസമല്ല, അപ്പോൾ ഞാൻ രാത്രിയാണ് വെച്ചത്. ഇപ്പോൾ വൈകുന്നേരമായില്ലേ, തലേ ദിവസം രാത്രിയാണ് വെച്ചത്. എന്നിട്ടത് പാനിൽ ഇട്ടിട്ട് വേറെ ഒന്നും ചേർക്കണ്ട. അപ്പോൾ വേറെ ഒന്നും ചേർക്കണ്ട. അത് പാനിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് സ്ട്രോബെറി എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരും. അപ്പോൾ ആ ഒരു ജാമിൻ്റെ ആ ഒരു പരുവം ആവുന്നത് വരെ നമുക്കതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിങ്ങനെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കരുത്. അപ്പോൾ ജാമിൻ്റെ ആ ഒരു പാകം എത്തിയോന്ന് എങ്ങനെയാണ് നോക്കുക വെച്ചാൽ, ഇതുപോലൊരു തണുത്ത ഒരു പ്ലേറ്റിൽ ഇതുപോലെ നമ്മൾ ജാം കുറച്ചിട്ടിട്ട് ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റ് ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അത് സാധനം വീഴാൻ പാടില്ല, താഴെ വീഴാൻ പാടില്ല. പ്ലേറ്റിൽ അങ്ങനെ തന്നെ നിൽക്കണം. അപ്പോൾ ഈ ഒരു പാകമാണ് കറക്റ്റ് ആ ഒരു ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി എത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതേ ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ ജാം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ അതൊരു 10-15 ദിവസം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും, ചീത്തയാവില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഹോം ടൂറ് ചെയ്തത് അത്രയ്ക്ക് ശരിയായോ എന്താണെന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായില്ലെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.